ഹായ്, ഞാൻ രാജി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചാനലിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറുകളും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സ് പൂവിടുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്നത് ഇത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ്. ഇത് 2 ദിവസം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഫിഷ് അമിനോ ആസിഡാണ്, ഇതും കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന മാവ് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടിയാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, സാഫ് കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ എങ്ങനെ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത ശേഷം നമ്മുടെ ഓരോ പ്ലാന്റ്സിൻ്റെയും ചട്ടിയിലും ഇലയിലും വേരിലും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാനെപ്പോഴും സ്പ്രേ ചെയ്യാറില്ല, ഞാനെപ്പോഴും പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് 1-2 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്ത ശേഷം എല്ലാ പ്ലാന്റ്സിനും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഡെൻഡ്രോബിയത്തിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നത് ഞാൻ എടുക്കുന്നില്ല, അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കുറച്ച് മൊക്കാറ ഓർക്കിഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഒരു പ്ലാന്റിൽ മൊക്കാറ ഓർക്കിഡിൽ ഒരു ബഡും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിൽ ഫ്ലവർ ആകും. അത് യെല്ലോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസറുകളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കാൻ നല്ലത്. ഒരു 4-5 ദിവസമൊക്കെ ഇടവിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള, ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസർ വേണോ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കാം. ഇതുപോലെ നിറച്ച് ബഡുകളും പൂക്കളും തൈകളും ഒക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകളെ കെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫിലനോപ്സിസ് ഓർക്കിഡുകൾക്കും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൊടുക്കാത്തത് 2 ദിവസം മുന്നേ ഞാൻ മറ്റൊരു വളം ഈ ഫെലനോപ്സിസ് ഓർക്കിഡിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡിന് കൊടുക്കാത്തത്. അപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡുകൾക്ക് എപ്പോഴും നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് അഴുകിപ്പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയത്തിനൊക്കെ കൊടുക്കുക ഈ ഒരു വളം. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.